കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് കണ്ട് നമുക്ക് വരാം. ഇതാ നമ്മുടെ അമൃതംപൊടി 3 വയസ്സ് മുതൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സർക്കാർ കൊടുക്കുന്ന ഒരു പൂരക പോഷകാഹാരമാണ് അമൃതംപൊടി. ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അമ്മമാരായ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ കേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് 250 ml ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അമൃതംപൊടിയിൽ ഒരു 1/4 ഭാഗത്തോളം തരി വരും. അതുകൊണ്ട് നമ്മൾ ഒട്ടും തരി ഇല്ലാതെ വേണം നമ്മുടെ കേക്ക് മിക്സ് റെഡിയാക്കാനായിട്ട്. ഇത് ഞാൻ നേരത്തെ അരച്ച് വെച്ച പൊടിയാണിത്. നമ്മൾ ഗ്ലാസ്സിൽ ഇങ്ങനെ സ്പൂണിൽ വേണം എടുക്കാനായിട്ട്. ഒറ്റയടിക്ക് കമഴ്ത്തിയിടരുത്, സ്പൂണിൽ വേണം, തിക്കി എടുക്കരുത്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 1.5 കപ്പ് പൊടിക്കുള്ള കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് 1.25 കപ്പാണ് അമൃതംപൊടി എടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണത്. അതിനുശേഷം ഒരു 2.5 സ്പൂണ് കൊക്കോ പൗഡർ, അങ്ങനെ നമ്മൾ 1.5 കപ്പായി. ഇനി അതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് പൗഡർ ഒരു 1.25 സ്പൂണ്. അതിനുശേഷം നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ 1/4 സ്പൂണ്. അതിനുശേഷം 1 പിഞ്ച് ഉപ്പ്. ഇത്രയും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം. 1-2 തവണയൊക്കെ അരിക്കുന്നത് നല്ലതായിരിക്കും. ഒട്ടും തരി പാടില്ല നമ്മുടെ ഈ കേക്കിന്. അരിച്ചെടുത്ത പരുവാണിത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഒട്ടും നനവ് പാടില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറ്. അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടുവാണ്. നിങ്ങൾ പഞ്ചസാര വലുതായിട്ട് വലിയ തരിയുള്ള പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കണം. ഇത് വലിയ തരിയില്ലാത്ത പഞ്ചസാരയാണ് അതുപോലെ എടുത്തത്. എന്നിട്ട് അതിനകത്തിന് 3 മുട്ടയാണ് നമ്മൾ ഇതിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് ഇട്ടേക്കാം. ഇത് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കയറി ചെക്ക് ചെയ്യണം. അതിനുശേഷം 1 സ്പൂൺ വാനില എസൻസ്. ഇത്രയും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒരു 2 മിനിറ്റ് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. നിർത്തി അടിക്കരുത്, ഒറ്റയടിക്ക് വേണം അടിക്കാനായിട്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അതിനുശേഷം അതേ അളവിൽ തന്നെ പാല്. എന്നിട്ട് ഇത്രയും കൂടെ നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്ത് വരുവാണ്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പൗഡറോടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വേണം പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് കേക്ക് ഒഴിച്ച് വെക്കാനുള്ള ആ ടിന്ന് റെഡിയാക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു കേക്ക് ടിൻ ഉണ്ടായിരുന്നതാണ്. അതിനകത്തോട്ട് ജസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്ന വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉരുളിയിലാണ് നമ്മളിപ്പോൾ കേക്ക് തയ്യാറാക്കുന്നത്. ഉരുളി ഒരു 15 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് അതിനകത്തോട്ടൊരു ഇറക്കി വെച്ച് വേണം നമ്മൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട്. നല്ലതായിട്ട് അടച്ച് എയർ പോകാതെ വേണം അടച്ച് വെക്കാനായിട്ട്. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഒന്ന് കുത്തി നോക്കിയപ്പോൾ ഇതിനകത്തൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് തണുത്ത ശേഷം വേറെ പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ക്രീമൊക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ക്രീമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ഡയറി മിൽക്ക് പാലിലലിച്ച് അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറമെ ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. പല അമ്മമാരും പറയുന്ന അമൃതംപൊടി കുട്ടികൾ കഴിക്കുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്നു പോവുകയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇതിന് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിൾ കേക്കാണിത്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി നമുക്കിന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് നമ്മുടെ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.